കൊണ്ടുവരുന്ന അതേ ചിന്തയിൽ രണ്ട് വാക്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചായിരുന്നല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ യോഹന്നാൻ പറയുകയാണ്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. God manifested his love. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പ്രത്യക്ഷമാക്കി കാണിച്ചതെന്നത് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്നുള്ളതാണ്. അവിടുന്ന് നാം പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നമ്മളാരും ദൈവത്തെ സ്നേഹിച്ച് അങ്ങോട്ട് പോയതല്ല. നമ്മുടെ അവസ്ഥ നമ്മൾ എന്തായിരുന്നു നമുക്കറിയാം. നാം ദൈവത്തോട് ശത്രുക്കളായി, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ. ദൈവത്തിന്റെ സ്നേഹത്തെ ത്യജിച്ച് മലാക്കി പ്രവചനത്തിൽ നാം വായിച്ചതുപോലെ നമ്മളെ തിരിഞ്ഞ് ചോദിക്കുന്നത്, നീ ഏതിനാണ് ഞങ്ങളെ സ്നേഹിച്ചെന്ന് ചോദ്യമാണ്. നമ്മൾ അങ്ങനെ ചോദിച്ച് നടന്നവരായിരുന്നു നമ്മൾ. അതായിരുന്നു നമ്മുടെ അവസ്ഥ. എന്നാൽ നമ്മൾ വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ. സാക്ഷാൽ സ്നേഹം നാം കാണുന്നത് കാൽവരിയെ കുറിച്ചാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. God demonstrated his love. God manifested his love. എന്നിട്ട് പറയാണ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1 യോഹന്നാൻ 3:10, Behold, ഇത് നിങ്ങൾ കാണുക, കാണി നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നടത്തി. അങ്ങനെ തന്നെ നാം ആവും. ഇന്ന് രാവിലെ നാം ഈ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുള്ള പ്രാഗൽഭ്യം അതാണ്. I am the child of God. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ഈ സ്നേഹം കാൽവരി ക്രൂശിൽ കണ്ട്, അയ്യോ ശത്രുവായിരുന്ന എന്നെയാണല്ലോ നീ സ്നേഹിച്ചത്, നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്ന എന്നെയാണല്ലോ സ്നേഹിച്ചത്. ഈ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്നേഹമാണ്. I thank you Lord. എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്. എങ്ങനെ എനിക്ക് നിന്നോട് മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് നീ എന്റെ കാലിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നരകത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നായിരുന്നു, അവിടുന്ന് പിടിച്ചു വലിച്ച് എന്നെ രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹം. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ വിവിധ വശങ്ങളാണ് നാം ഇതുവരെ ദർശിച്ചുകൊണ്ടിരുന്നത്. ഈ സ്നേഹത്തിന്റെ ഉപാധി നമ്മെ തന്നെ താഴ്ത്താം. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന ആ സ്നേഹത്തിന്റെ ഉപാധി നമ്മെ തന്നെ താഴ്ത്തി. ഈ സാധാരണ നമ്മളോട് വിളിച്ചു പറയുന്ന വലിയൊരു സത്യം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ, പാപം അറിയാത്തവൻ, പാപമൊന്നും ചെയ്യാത്തവൻ, അവന് പാപമില്ല എന്ന് പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ നീതിയാകട്ടെ, അവൻ തന്നെ നമുക്ക് വേണ്ടി പാപമാണ്. നമ്മുടെ ശരീരത്തിൽ അവൻ തന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുറിച്ചിരിക്കുകയാണ്. അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ, പാപമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം എന്റെ പാപം നമുക്ക് വേണ്ടി ചൊല്ലുന്നല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. എനിക്ക് എങ്ങനെ മൗനമാക്കാൻ കഴിയും? ഈ ദൈവത്തെ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് അവനെ ആരാധിക്കുകയും നമ്മുടെ ഹൃദയത്തിലെ സകല സ്തുതിയും സ്തോത്രങ്ങളും മാത്രം അവനെ മഹത്വപ്പെട്ടാൽ അവൻ മാത്രം സകല മഹത്വത്തിനും യോഗ്യനായിരുന്നു. നീ യോഗ്യൻ, കാരണം നീ അർക്കപ്പെട്ടു. നിന്റെ ഗണം കൊണ്ട് സകല ലോകത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും നമ്മളെ വിലക്കുവാൻ ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിത വർഗമാക്കി നമ്മെ രാവിലെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വലിയ ഓർമ്മകളോടുകൂടെ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെട്ടാൽ അവരുടെ